Malabar Medical College and Research Center, Calicut, popularly known as MMC, was established in the year 2010 as the first private medical college in Kerala to have 150 seats at inception. Over the past 13 years, MMC has grown by leaps and bounds, and in the current year, it has been granted an additional 50 seats, making it as the first private medical college in Kerala to have 200 MBBS seats. Malabar Medical College Hospital is a tertiary care hospital having all specialty and various super specialty departments, and many of the departments as centers of excellence. In the Department of Biochemistry, we have the most advanced technology that is used for diagnosis of various biochemical parameters, including liver function test, renal function test, and even the hormone assays are available in our facility. Malabar Medical College private sectoril കേരളത്തിലെ നോർത്തേൺ സൈഡിലുള്ള ഒരു വലിയ മെഡിക്കൽ കോളേജാണ്. 150 സീറ്റിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പെർമിഷൻ കിട്ടിയത് ഈ മലബാർ മെഡിക്കൽ കോളേജിലാണ്. 2008 തുടങ്ങിയ മെഡിക്കൽ കോളേജിന് 2010 സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയത്. അതിനുശേഷം 12 ബാച്ചുകൾ ഇപ്പോൾ അഡ്മിഷൻ ചെയ്തു കഴിഞ്ഞു. 13ാമത്തെ ബാച്ചിൻ്റെ പെർമിഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. 1000-ലധികം കുട്ടികളെ പഠിപ്പിച്ച് ഇപ്പോൾ ഡോക്ടർമാരാക്കി ഇവിടെ നിന്നും പുറത്ത് വിട്ടുകഴിഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഈ മെഡിക്കൽ കോളേജ് NMCയുടെ അഫിലിയേഷൻ അപ് ടു ഡേറ്റ് ആണ്. ഇതുവരെ എല്ലാ കൗൺസിൽ ഇൻസ്പെക്ഷനും പെർമിഷനോടുകൂടി നമുക്ക് സാധിച്ചെടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെയും NMCയുടെയും പൂർണ്ണ അനുവാദത്തോടുകൂടി അംഗീകാരത്തോടുകൂടി ഇപ്രാവശ്യം നമുക്ക് 200 സീറ്റിന് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു. അതും പ്രൈവറ്റ് മേഖലയിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടുന്നത്. ടീച്ചിങ്ങിൻ്റെ കാര്യത്തിൽ
വളരെ ശക്തമായ ഒരു ഫാക്കൽറ്റി നിര തന്നെ മലബാർ മെഡിക്കൽ കോളേജിനുണ്ട്. ആ പ്രതീതി ഉണ്ടാക്കിയത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ച പ്രൊഫസർമാരും അസോസിയേറ്റ് പ്രൊഫസർ ലെവലിലുള്ള ആൾക്കാരാണ് ഫാക്കൽറ്റിയായിട്ട് മലബാർ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ളത്. ഈവൻ കുഹാസിൻ്റെ കീഴിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ കീഴിൽ വിദ്യാർത്ഥികൾ സെക്കൻഡ് റാങ്ക് വരെ, അതും ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ റാങ്ക് പോയ കുട്ടി വരെ, ഞങ്ങൾ ഗാർഗി പവിത്ര എന്ന് പറഞ്ഞ കുട്ടി സെക്കൻഡ് റാങ്ക് വാങ്ങിച്ചു. ആ കുട്ടി ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ റേഡിയോളജി PG എടുത്തിരിക്കുക. ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് കുട്ടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ റേഡിയോളജി കിട്ടുന്നത്. അത്രത്തോളം പ്രാഗൽഭ്യം തെളിയിച്ച വിദ്യാർത്ഥികളാണ് നമ്മുടെ ഇവിടുന്ന് ഡോക്ടർമാരായിട്ട് പുറത്തേക്ക് പോകുന്നത്. അക്കാഡമിക് അല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുട്ടികളെ സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 3 വർഷമായിട്ട് കോൺസിക്യൂട്ടീവായിട്ട് സ്പോർട്സിൽ നമ്മുടെ കോളേജാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ സ്പോർട്സിൻ്റെ അല്ലാതെ ആർട്സിലും ഇന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഈ അടുത്തതിടെ നടത്തിയതിൽ വളരെയധികം പ്രൈസുകൾ സമ്മാനമായിട്ട് വാങ്ങിയിട്ടുണ്ട്. അതൊരു ക്യാമ്പസിനകത്ത് തന്നെ ഇത്രയധികം വിദ്യാർത്ഥികളെ കാറ്റർ ചെയ്യുന്ന ഒരു കോളേജ്, പ്രൈവറ്റ് കോളേജ്, എനിക്ക് തോന്നുന്നു മലബാറിൽ 1ാം സ്ഥാനത്ത് ഈ കോളേജ് തന്നെയായിരിക്കും. എല്ലാ പാപങ്ങളും ഈ കോളേജിനുണ്ട്. നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി അവിടെയുള്ള പേഷ്യൻറ്റിൻ്റെ സ്ട്രെങ്ത് ആയാലും, കാരണം ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടർമാരായതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ അവരുടെ ഒരു പേഷ്യൻ്റ് ലോഡും കൂടെ കോളേജിലേക്ക് വരികയാണ്. അങ്ങനെ പൂർണ്ണമായും വിവിധ തരങ്ങളായ രോഗങ്ങളെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് മലബാർ മെഡിക്കൽ കോളേജിനുണ്ട്. വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ഞങ്ങളവിടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. എല്ലാവർക്കും നന്ദി. With excellent infrastructures, the best of the best doctors and exceptional faculties, ample of clinical materials, and above all the vision of the management, I am sure that the MMC will be the best medical campus in the years to come.